വീടുകൾ മണ്ണിടിച്ചിൽ ഭീഷണിയിലായതോടെ തിരുവനന്തപുരം കിളിമാനൂരിൽ 14 കുടുംബങ്ങൾ ദുരിതത്തിലാണ്. കുഴിവിള ഇരപ്പിൽ നഗറിൽ താമസിക്കുന്നവരാണ് ദുരിതാവസ്ഥയിൽ. ടാർപോളിൻ പൊതിഞ്ഞ ഷെഡുകളിലാണ് പലരും കഴിയുന്നത്. ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടും വീട് കിട്ടിയില്ല. ജനുവരിയിൽ റവന്യൂ ഭൂമിയിൽ കുടിൽ കെട്ടിയവർ സമരം ചെയ്തു. LDF ഭരിക്കുന്ന പഴയ കുന്നുമ്മേൽ ഗ്രാമപഞ്ചായത്തിലെ മഹാദേവേശ്വരം വാർഡിലാണ് ഈ സ്ഥലമുള്ളത്. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ഇവിടെ താമസിക്കുന്നവരുടെ ആരോപണം. അരുൺ സോളമൻ അവരോട് സംസാരിച്ചു, കേൾക്കൂ. താമസിക്കുന്ന നിലമെന്ന് പറയുന്നത് ഒട്ടും സുരക്ഷിതമില്ലാത്ത ഒരു സ്ഥലമാണ്. കാരണം 2019 പ്രളയം വന്നപ്പോൾ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ഭീഷണിയുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് അവർക്ക് മാറി താമസിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കണമെന്നുള്ളത് തന്നെയാണ് കാലങ്ങളായിട്ടുള്ള ആവശ്യം. പക്ഷേ സർക്കാർ ഇതിൽ അടിയന്തരമായിട്ടുള്ളൊരു ഇടപെടൽ ഇതുവരെ നടത്തിയിട്ടില്ല. പ്രത്യേകിച്ചും MLA പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അമ്മ, ഇവിടെയാണോ കഴിയുന്നത്? നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ വീട്ടിലുള്ളതാണ് ഈ 2 വയസ്സായ തള്ളന്മാരും ഞാനും. നമ്മൾ മാത്രമേ ഉള്ളൂ മക്കളെ, അല്ലാതെ വേറെ ഒരു നിവർത്തിയും ഇല്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു പോകാൻ വഴി ഇതിനുണ്ടാക്കി തരും. ഇതിനെയൊക്കെ വയ്യാതായ ഇതിനെയൊക്കെ കൊണ്ടുപോകണ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ശരിക്കും ആശുപത്രിയിലൊക്കെ പോകുന്നത്? ആശുപത്രിയിൽ ആമ്പിളരൊക്കെ നിന്ന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും അവരെങ്ങനെയെങ്കിലുമൊക്കെയാണ് അങ്ങ് താഴെ ആക്കുന്നത്. എടുത്തുകൊണ്ടാണ് പോണത്. പ്രധാനമായും ഇത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. പഴയ കുന്നുമേലിലെ മഹാദേവേശ്വരം എന്ന് പറയുന്ന വാർഡിലാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ. ഇവിടുത്തെ ജനങ്ങൾ എന്തായാലും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ അറിയാം, ജനങ്ങൾ വളരെയധികം ദുരിതത്തിൽ കഴിയുന്നു. ഒരു രോഗിക്ക് പോലും ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത സാഹചര്യം, കുട്ടികൾക്ക് പഠിക്കാൻ പോകാത്ത സാഹചര്യം, ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം വേണ്ട ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം സർക്കാർ ഇവർക്ക് ഭൂമിയും വീടും വച്ചു നൽകണമെന്നുള്ളതാണ്. അതെന്തായാലും സർക്കാർ കണ്ണു തുറന്ന് കണ്ടേ മതിയാകൂ. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.